ദൂരെ ദൂരെ ആ ദേശത്ത് പകയുടെയും ശത്രുതയുടെയും ഇടയിൽ ആർക്കും തകർക്കാനാവാത്തൊരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. That's it? Only this many didn't even bring weapons with them. Will he even be able to get out of the port? എന്തിനാ സാറേ വിട്ടുകളഞ്ഞത്? അതിലുള്ള സീല് കണ്ടോ? ആ സീൽ എവിടുന്ന് വന്നെന്ന് നിനക്കറിയോ? ആരുടേതാണ് ആ സീലെന്നറിയില്ലേ? വരദരാജ മണ്ണാർ. വാടാ. ആ സീൽ ആരും തടയില്ല. ആ സീൽ ഉണ്ടാക്കിയത് തന്നെ അവനാ. ഖാൻ സാർ ഒരുപാട് പേരുടെ കഥ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഖാൻ സാറിന്റെ കഥ മാറ്റിയത് രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ ബദ്ധവൈരികളായി മാറിയപ്പോഴാണ്. ഇതിലും നല്ലൊരു റിട്ടയർമെന്റ് പ്ലാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാരല്ലേ? ഞാനീ കച്ചവടത്തിനില്ല, ഇവനെ കൊണ്ടത് ചെയ്യിക്കില്ല. പ്ലാനിങ് വളരെ നന്നായില്ലേ? ഇനി അവര് രണ്ടുപേരും തമ്മിൽ യുദ്ധം നടക്കും. അതുകൊണ്ടാണ് ആ സീലുള്ള വണ്ടിയിൽ അവരെ ഇട്ടിട്ട് ദേവരഥയെ കൊണ്ട് ആ വണ്ടി തടയിച്ചത്. ആ സീൽ തടഞ്ഞാ പിന്നെ എന്താ നടക്കുകയെന്ന് നിങ്ങൾക്കറിയില്ലേ? ഒരുമിച്ച് വാഴാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ പ്രതിവിധി. രണ്ടും രണ്ട് നക്ഷത്രങ്ങളാണ്, രണ്ട് ഗണങ്ങളാണ്. ഒന്ന് ദേവനും മറ്റൊന്ന് അസുരൻ. അതുകൊണ്ട് തന്നെ ഇവർ ആയുഷ്കാലം മുഴുവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. കൊന്നുകളയാൻ പറഞ്ഞാൽ കൊന്നുകളയണം. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. അവൻ സാറിൽ കാല് കുത്തിയപ്പോ തന്നെ അവൻ ഒറ്റയ്ക്ക് എന്താ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടില്ലേ? തലയില്ലടാ, തലയെടുക്കാവൻ. ഓ മനസ്സിൽ കണ്ടപ്പോ ഞാൻ മട്ടാഞ്ചേരി കണ്ടു. ഹലോ, ബസ് ഏക് ഇഷാര ഭായിജാൻ, ബസ് ഏക് ഇന്തിസാർ ആയിക്കട്ടെ. ദൈവപുത്രൻ വരട്ടെ. നല്ല അടാറ് പണിക്കടൽ. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്.